സന്ധ്യയുടെ വ്ളോഗിൽ വരുമ്പോൾ എന്തായാലും ഞങ്ങൾക്കിതൊന്നൊരു വിഷയമേ അല്ല. ഇങ്ങനൊന്നും ചെയ്യരുത് കേട്ടോ. അവരുടെ വ്ളോഗിൽ ഞാനും ഉണ്ടാവും, എൻ്റെ വ്ളോഗിൽ ഞാൻ വേണ്ടിയിട്ടല്ലെങ്കിലും ആണെങ്കിലും ഞങ്ങൾ ഇങ്ങനെയൊക്കെ. അത് കേട്ടപ്പോൾ എനിക്കൊരു ഭയങ്കര സങ്കടമായി. സന്ധ്യച്ചുണ്ടടി, എനിക്ക് വേണ്ടി ചോദിക്കാൻ പറയാനും ആളില്ല. എല്ലാവരും പാവങ്ങളാ. നികിയായാലും ഇത്രയും വലിയൊരു സംഭവം ഇവിടെ നടന്നിട്ട് ഞാൻ പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റല്ലേ? തെറ്റാണ്. അപ്പം എന്തായാലും എന്താ സംഭവം എന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ തല്ലുപിടിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തല്ലുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവള് കുറെ നേരത്തേക്ക് ആ ഒരു സൈലന്റ് ആയിരിക്കും. അങ്ങനെയാണ് ഇവളുടെ സ്വഭാവം, അങ്ങനെയാണത്. അതിന്റെ ഇതുണ്ടെങ്കിൽ സൈലന്റ് ആയോ ഇല്ലേന്ന് ഞാൻ ഈ പറഞ്ഞ സെന്റർ അടിയിൽ വന്നിട്ട് കമന്റ് ഇടും. അങ്ങനെയുള്ള ഇങ്ങനെയുള്ള നാത്തൂന് ഇങ്ങനെയുള്ള സെന്റർക്ക് വിഷമമുള്ള അല്ലെങ്കിൽ അപ്പുറമുള്ള ഇപ്പുറം ഇങ്ങനെ ഓരോ കമന്റുകൾ അപ്പുറം ഇപ്പുറം പോയി. അപ്പൊ കണ്ട, ഇപ്പം ഞാൻ ഇത്രയും വലിയ കേന്ദ്ര കഥാപാത്രമായിട്ടിരിക്കുമ്പോൾ ഞാനിതിനെക്കുറിച്ചൊന്നും പറയാണ്ടിരുന്നത് തെറ്റല്ലേ? അപ്പോൾ വേറൊന്നല്ല, അന്നേ ഇത് കണ്ടിരുന്നു. ഞാൻ ഫോൺ മേടിക്കാൻ പോയ സമയത്തെ അതിൻ്റെ വീഡിയോൻ്റെ ബാക്കിൽ വന്നിട്ട് കമൻ്റൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു. നെഗിക്ക് കുശുമ്പ്, നെഗിക്ക് സെൻഡ് ഫോൺ വാങ്ങിച്ചിട്ട് ഇതില്ല. അത് തികച്ചും അതൊരു വെറുതെ വേസ്റ്റാണ്. ആ കമൻ്റ് ഇട്ട സമയം പോയി എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. കാരണം വെച്ചാൽ എന്നെ ശരിക്കും പറഞ്ഞാൽ ഫോൺ എടുക്കാൻ തന്നെ പ്രേരിപ്പിച്ചത്, പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ചേട്ടനേക്കാൾ കൂടുതൽ സത്യം പറഞ്ഞാൽ ഇവളാണ്, നികിയാണ്. കാരണം ചേട്ടക്കറിയാം ഇവളിത് എത്ര ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവളത് മാറ്റൂല, ഇവള് മേടിക്കൂല എന്ന് ചേട്ടക്കറിയാം. അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞു മതിയാക്കിയതിന് ശേഷം ഇവള് മതിയാക്കിയിട്ടില്ല. സത്യം പറഞ്ഞാൽ നികിയാണ് എന്നെ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രോത്സാഹിപ്പിച്ചത്. കാരണം സെൻറ്റേച്ചി വീഡിയോ ഒന്നും ക്ലാരിറ്റി ഇല്ല, വീഡിയോ ക്ലാരിറ്റി ഉണ്ടെങ്കിലേ പോവുള്ളൂ, ആളുകൾ കാണുള്ളൂ, അതിനനുസരിച്ച്. അപ്പോൾ വീഡിയോ എന്തായാലും ക്ലാരിറ്റി വരുത്തിക്കാൻ വേണ്ടി സെൻറ്റേച്ചി ഫോൺ എടുത്തേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ. അതുപോലെ തന്നെ ഐഫോൺ എടുക്കാൻ തന്നെ അവൾ നിർബന്ധിച്ചുകൊണ്ടിരിക്കില്ല കേട്ടോ. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടവ് വരുമ്പോൾ ഞാൻ ഇവളോട് ഇപ്പം ഞാൻ അങ്ങോട്ട് പറയില്ല, നീ ഒറ്റ എടുത്തിയാണ് ഇപ്പം ഈ അടവ് എന്നെ കൊണ്ട് അടപ്പിക്കാൻ കാരണം എന്ന് പറഞ്ഞിട്ട് ഇപ്പം അതാ പിടുത്തം. ഇപ്പോൾ അങ്ങനെ തമാശക്ക് പറയില്ല കേട്ടോ. അപ്പോൾ അത്രയും എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ആളും അതുപോലെ തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോസ് ഇന്നിപ്പോൾ നിങ്ങൾ എന്നെ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോസിലേക്ക് ഞാൻ വരാൻ കാരണം ഈ പറഞ്ഞ എൻ്റെ ചേട്ടയും നികിയും തന്നെയാണ്. കാരണം അവരില്ലെങ്കിൽ ഞാനിന്ന് സാധാരണ എവിടെയെങ്കിലും അങ്ങനെയൊക്കെ, അല്ലാണ്ട് നമ്മൾ ഇതൊന്നും ചെയ്യാൻ വരില്ല. അപ്പോൾ അവരാണ് എന്നെ അതിന് മുന്നോട്ട് കൊണ്ടുപോകുന്നതും. ഇപ്പോഴും ഇന്ന് ഈ നിമിഷം വരെ ഞാൻ എന്ത് സംശയം ഉണ്ടെങ്കിലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ചേട്ടനെ വിളിച്ചിട്ട് ചോദിക്കും, നികിനോട് വിളിച്ചിട്ട് ചോദിക്കും, എടി അതൊന്നും ഇങ്ങനെ ഉണ്ടടി, അല്ലെങ്കിൽ ചേട്ടനോട് ചോദിക്കും, ചേട്ടൻ അത് ചെയ്താൽ ഇങ്ങനെയുണ്ട്. എന്തിനും ഞങ്ങൾ പരസ്പരം അഭിപ്രായങ്ങൾ പറയാണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകാറില്ല. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ അഭിനയിക്കാറില്ല, വ്ളോഗിൽ ഞങ്ങൾ അഭിനയിക്കാറില്ല, സ്കിറ്റിൽ ഞങ്ങൾ അഭിനയിക്കാറുണ്ട്. ശരിയാണ്, നികിന നാത്തുമ്പോരും അമ്മായിമ്മപ്പോരും ഒക്കെ ആയിട്ട് ഞങ്ങൾ വരും. പക്ഷെ അല്ലാതെ ഞങ്ങൾ വ്ളോഗ് എടുക്കുമ്പോൾ ഞങ്ങൾ അഭിനയിക്കാറില്ല. ഇപ്പോൾ വ്ളോഗിൽ എങ്ങനെയാണോ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചേട്ടൻ വീഡിയോ എടുത്തിട്ട് വരും, അല്ലെങ്കിൽ ഞാനെടുക്കും. അല്ലാതെ ഇനി അവർ തമ്മിൽ എന്തെങ്കിലും സൗന്ദര്യപ്പണമൊക്കെ ഉണ്ടെങ്കിൽ അന്നേരം അതിപ്പോൾ മനുഷ്യന്മാരല്ലേ, ഓരോരുത്തരുടെ മൂഡ് അനുസരിച്ചിട്ട് നമുക്കത് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ അന്ന് ഫോൺ എടുക്കാൻ പോണ സമയത്തും അവർ എന്തോ അവർ ഉടക്കിലാണോ എന്ന് എനിക്കറിയില്ല, അതെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പക്ഷേ നികി അന്ന് എന്നോട് വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾ എന്നോട് പറഞ്ഞാൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട്, അത്ര മാത്രമേ അവൾക്കുണ്ടായിട്ടുള്ളൂ. അപ്പോൾ അത്രയും ഹാപ്പിയിൽ പോയിരുന്നാണ്. അല്ലാണ്ട് ആ ഒരു കമൻ്റ് ഒന്നും ഇടേണ്ട ഒരാവശ്യം ആ വീഡിയോൻ്റെ താഴെ ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ല, ഞങ്ങൾ ഇപ്പോൾ വിപിനയായിട്ടാണെങ്കിലും ഞാൻ ആ ഒരു കൂട്ടുകെട്ട് ഞാൻ കൊണ്ടുപോകണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ നാത്തൂൻ്റെ ചേച്ചി എന്നുള്ള ഒരു കൂട്ടുകെട്ടൊന്നുമല്ല ഞങ്ങൾ. അതിനും മേലെ ഞങ്ങളിവിടെ വന്ന സമയം മുതൽ അവളെ കണ്ട്, ഇവർ രണ്ടാളെയും കണ്ട ആ ഒരു കാലം മുതൽ ഞങ്ങൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഞങ്ങൾ പോകുന്നതാണ്. അല്ലാണ്ട് ആ ഒരു ബന്ധമാണ് വിന്ദേശിനോടാണെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധമാണ്. അല്ലാണ്ട് നാത്തൂൻ്റെ ബന്ധമൊന്നും വെച്ചിട്ടുള്ള ആ ഒരു ഇതിലൊന്നല്ല ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇന്നും ഉണ്ട്. അവർക്ക് എന്നോടും ആ സ്നേഹമുണ്ട്, എനിക്ക് അവരോടും ഉണ്ട്. പിന്നെ അല്ലാതെ എന്നോടൊരു കുശുമ്പായിട്ടോ ഒന്നും ഇല്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളേ ഉള്ളൂ. എൻ്റെ വ്ളോഗിൽ അവരും ഉണ്ടാവും, അവരുടെ വ്ളോഗിൽ ഞാനും ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളല്ലേ ഉള്ളൂ. പിന്നെ വേറെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിച്ചൊക്കെ എടുക്കും. അപ്പോൾ അങ്ങനെയാണ്. ഞാനിപ്പോൾ അവിടെ ചെന്നാൽ ഞാനൊരു വ്ളോഗ് എടുക്കും. അപ്പോൾ എൻ്റെ വ്ളോഗിൽ ചേട്ടൻ പറഞ്ഞ പോലെ എന്തായിരുന്നു, സൈന്തയുടെ വ്ളോഗിൽ വന്നിട്ട് വെച്ചപ്പാട് എന്ന് പറയുന്ന പോലെ. പിന്നെ ഞാനൊരു വ്ളോഗ് എടുക്കുമ്പോൾ അവൾ സത്യത്തിൽ അവൾ പേടിച്ചിട്ടാണ്, ചേച്ചി ഞാൻ അറിയാണ്ട് എടുക്കരുത് അങ്ങനെ എന്നോട് പറയല്. കാരണം അവളെങ്ങനെയാണ് ചിലപ്പം മുഖം പിടിച്ചിരിക്കണേന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവൾ പറഞ്ഞാൽ എൻ്റെ മൂഡ് അനുസരിച്ചിട്ടായിരിക്കും, ചിലപ്പോൾ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ചേച്ചി ഫോൺ എടുക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എന്നോട് പറയണേ എന്ന് പറയും.
അപ്പം ഞാൻ പറയും എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ല, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഇങ്ങനെയുള്ള സന്റക്ക് വിഷമമുള്ള അല്ലെങ്കിൽ അപ്പുറമുള്ള ഇപ്പുറം ഇങ്ങനെ ഓരോ കമന്റുകൾ അപ്പുറം ഇപ്പുറം പോയി ഇടുക, തെറ്റിക്കാൻ നോക്കുക. നിഗിയുടെ വ്ളോഗില് നിഗി ഭയങ്കര ഹാപ്പി ആണല്ലോ, സരിതയുടെ വ്ളോഗില് നിഗി എന്താ ഇങ്ങനെയെന്ന്. സന്റയുടെ വ്ളോഗ് ഒരാളുടെ വ്ളോഗ് അതുപോലെ തന്നെ പറയുന്ന പോലെ നിഗിയുടെ വ്ളോഗിൽ നിഗി ഭയങ്കര ഹാപ്പി ആണല്ലോ, സന്ധ്യയുടെ വ്ളോഗിൽ വരുമ്പോൾ എന്താ ഹാപ്പി ഇല്ലാത്ത, അതൊന്നും വെറുതെ കേട്ടോ, അതല്ല അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. കാരണം നിഗിയാണ് എന്നെ എന്താ ചെയ്ത് വീട്ടിലെടുക്കുന്നില്ലേ, അല്ലെങ്കിൽ അതെടുത്തൂടെ നമുക്കതെടുത്താലോ എന്നൊക്കെ ചോദിച്ചിട്ട് വരുന്ന ആളാട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആർക്കായാലും വിഷമമുണ്ടാവും. ഞങ്ങൾ പിന്നെ അവളെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയും അടി വിട്ടളടി, അതിലേത് നീ ആയാലും വിട്ടളാന്ന് പറയും. പക്ഷെ എന്തായാലും നമുക്കൊരു വിഷമം ഉണ്ടാവും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരാളെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. നമുക്ക് ഒരാളെ വിഷമിപ്പിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനാ? നേരെ മറിച്ച് നമുക്ക് ഒരാളെ സന്തോഷിപ്പിച്ചാൽ നമുക്ക് അതിന് എന്തെങ്കിലുമൊക്കെ കിട്ടും അല്ലേ, എന്തെങ്കിലും ഒരു മനസ്സിനൊരു സുഖമെങ്കിലും കിട്ടും. അപ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ പറയല്ല, ശരിക്കും നമ്മളെന്തെങ്കിലും ഉപദേശിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇടുന്നതിൽ കുഴപ്പമില്ല. നമ്മളിപ്പോൾ ആരോടും നെഗറ്റീവ് കമൻറ്റ് ഇടരുതെന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ചിലപ്പോൾ ഓരോരുത്തർ ബഹുജനം പലവിധം എന്ന് പറഞ്ഞ പോലെ. പക്ഷേ എന്നാലും ഒരു മയത്തിലൊക്കെ ഒന്ന് ഇടാൻ ശ്രമിക്കണം. ഒരാളെയും ഇങ്ങനെയൊന്നും അങ്ങനെ ടോർച്ചർ ചെയ്യും. ഞാൻ നിഗിനോട് എപ്പോഴും പറയും, എടി നിഗി, നീ എന്നൊരു സംഭവം, നിഗി എന്ന് പറഞ്ഞൊരു വ്യക്തി ഇതിനകത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് ഒരാളെ മാത്രം അങ്ങനെ ടാർഗറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിഗിക്കെതിരെ എല്ലാ ആയുധങ്ങളും വരുന്നത്, അമ്പ് വരുന്നതെന്ന് പറഞ്ഞാൽ അസ്ത്രങ്ങളൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ വരുന്നത്. അതുകൊണ്ട് നീ ആ മൈൻഡിൽ എടുത്താൽ മതി എന്നാണ് ഞങ്ങൾ എപ്പോഴും പറയട്ടോ. ഞാൻ ആ മൈൻഡിലൊക്കെ എടുക്കുള്ളൂ കേട്ടോ എല്ലാം. പിന്നെ എനിക്ക് അഥവാ കുറച്ചും കൂടി അങ്ങോട്ട് ഇതൊക്കെ ആയിട്ട് എനിക്ക് നെഗറ്റീവ്സൊക്കെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഫേസ്ബുക്കിൽ ഫോട്ടോസ് സൈഡ് ഇടാൻ പറ്റുന്ന ടീമാണെന്നുണ്ടെങ്കിൽ, ഫാമിലി ഒന്നും ഇല്ലാണ്ടൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോട്ടോസ് സൈഡ് എടുത്തിട്ട് അങ്ങ് ചാമ്പി കൊടുക്കും. മറ്റേ ഫേസ്ബുക്കിൽ അങ്ങ് ഇടലാണ്. അതുകൊണ്ട് എന്നോട് ഇപ്പം ഇച്ചിരി മയത്തിലാണ് എല്ലാവരും നെഗറ്റീവ് ഇടുന്നത് കേട്ടോ. ഞാൻ നിഗിനോട് അത് പറഞ്ഞു, നീ എന്നെ കണ്ടുപിടിക്കുക, അതുപോലെ അങ്ങോട്ട് ഇട്ടിട്ടോ. അന്നേ ഞങ്ങൾ പറയുന്നുണ്ട്, ഇവള് ഈ സംഭവം പറഞ്ഞപ്പോൾ ഒരു വീഡിയോ ആയിട്ട് തന്നെ അങ്ങോട്ട് ചെയ്യും നമുക്ക്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും കുറച്ചെങ്കിലും ആൾക്കാർക്ക് ഇത്തിരിയെങ്കിലും മനസ്സിലാവുമല്ലോ എന്നുള്ളൊരു ഇതുണ്ട്. അപ്പം ഞങ്ങൾ എന്തായാലും ഇതുപോലെ തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന ഒരു സംഭവമായിട്ട് ഞാൻ എടുക്കുന്നില്ല, അവരും എടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കിതൊന്നൊരു വിഷയമേ അല്ല. ഞങ്ങളെങ്ങനെയാണോ ഞങ്ങൾ അതുപോലെ അങ്ങോട്ട് പോകും. അവരുടെ വ്ളോഗിൽ ഞാനും ഉണ്ടാവും, എൻ്റെ വ്ളോഗിൽ ഞങ്ങൾക്ക് അവരും ഉണ്ടാവും. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നിങ്ങളതൊന്നുമില്ല. ഞാൻ ഫസ്റ്റ് തന്നെ ആരുണ്ടെങ്കിലും ഞാൻ പറയാൻ വെച്ചാൽ വ്ളോഗ് ഫോർ യു, അത് കഴിഞ്ഞിട്ടാണ് സൈനീസൊക്കെ ഉള്ളൂ. അത് കാരണം അതിൽ പിടിച്ചിട്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ വരുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരേ ചാനലാണ്, നമ്മൾ അങ്ങനെ രണ്ടായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ സന്തോഷത്തോടു കൂടി തന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകും. അങ്ങനെ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിലും ആണെങ്കിലും ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് പോവും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതിപ്പോൾ എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. എന്തായാലും അത് കേട്ടപ്പോൾ എനിക്കൊരു ഭയങ്കര സങ്കടമായി. അപ്പോൾ എന്തായാലും നമ്മളെ നിഗിക്ക് വേണ്ടിയിട്ട് സന്ദേശിച്ചുണ്ടടി, എനിക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആളില്ലാത്ത വിചാരിക്കണ്ട, ഞാനും ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലേ. അപ്പോൾ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ, ആരും ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. അങ്ങനത്തെ കമൻറ്റുകളൊന്നും ഇടരുത്. നമുക്ക് നല്ല രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോവാന്നേ. എല്ലാവരും പാവങ്ങളാ, നിഗി ആയാലും ഞാനായാലും പച്ച പാവങ്ങളാ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് എന്തായാലും വീണ്ടും കാണാം. ടാറ്റാ.